പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇദാ ഹമ്മൽ അബ്ദു ഹസനത്തൻ, ഒരു അടിമ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ, വിചാരിച്ചാൽ, കതബല്ലാഹു അശറ ഹസനത്തൻ കാമില, അല്ലാഹു സുബ്ഹാനഹു തആല അതൊരു പൂർണ്ണ നന്മയായിട്ട് രേഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ, ഒരാളോട് നന്മ ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ അയാൾക്കത് ചെയ്യാൻ പറ്റിയില്ല, ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ സാഹചര്യം ഒക്കാതെയോ അയാൾ മറന്നുപോയതുകൊണ്ട് ആ നന്മ ചെയ്തില്ല. പക്ഷെ നന്മ ചെയ്യണം എന്ന് അയാൾ വിചാരിച്ചിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യന് അതൊരു പൂർണ്ണ നന്മയായിട്ട് രേഖപ്പെടുത്തും. വ ഇൻ അമിലഹ, നന്മ ചെയ്യാൻ അയാൾ തീരുമാനിച്ചു, അയാൾ അതിന് അവസരം ഒരുക്കി ആ നന്മ ചെയ്യുകയും ചെയ്തു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്യുക, കതബല്ലാഹു അൻഹു ഹസനത്തൻ ഇലാ അശരി അംസാലിഹ ഇലാ 700 ദിഫ്. ആ നന്മയ്ക്ക് അല്ലാഹു ഒരു നന്മ എന്നല്ല എഴുതുക, 10 നന്മ എന്നും 10 മുതൽക്ക് 70 700 ഇരട്ടി നന്മ എന്ന് രേഖപ്പെടുത്തും. ഒരാൾ നന്മ ചെയ്യാൻ തീരുമാനിച്ചു, വിചാരിച്ചു, കരുതി, എന്നിട്ട് അയാൾ ആ തീരുമാനിച്ച നന്മ ചെയ്യുകയും ചെയ്തു. അപ്പൊ അല്ലാഹു അത് ഒരു നന്മ എന്നല്ല എഴുതാം, അയാളുടെ മാനസികാവസ്ഥയൊക്കെ നോക്കിയിട്ട്, ആത്മാർത്ഥ നോക്കിയിട്ട് അല്ലാഹു 10 മുതൽ 700 ഇരട്ടി വരെയും ഒരു നന്മയ്ക്ക് രേഖപ്പെടുത്തും. ഇദാ ഹമ്മൽ അബ്ദു ഹസൻ സയ്യിഅത്തൻ, ഇനി ഒരു അടിമ തിന്മ ചെയ്യാൻ തീരുമാനിച്ചു, മനുഷ്യനാണല്ലോ, ദൗർബല്യങ്ങളെ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനെ തീരുമാനിച്ചു എന്നതിന് പേരിൽ അല്ലാഹു അവന്റെ പേരിൽ എഴുതൂല. ഇൻ അമിലഹ, ആ തിന്മ ചെയ്യാൻ തീരുമാനിച്ചു, സാഹചര്യം ഒത്തു കിട്ടിയപ്പോ തെറ്റ് ചെയ്യുകയും ചെയ്താൽ അല്ലാഹു എന്താ അതിനെക്കുറിച്ച് ഒരു തിന്മ എന്ന് എഴുതി വെക്കും. ഇനി തിന്മ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു, പക്ഷെ അയാൾക്ക് അപ്പോ ഒരു അള്ളാഹുവിനെ കുറിച്ച് ഒരു ഭയം വന്ന് അതിൽ പിന്മാറിയാൽ, കതബല്ലാഹു അൻഹു ഹസനത്തൻ, ആ പിന്മാറി എന്ന പേരില് ഒരു നന്മ എന്ന് എഴുതി വെക്കുന്നത്. അപ്പൊ എത്ര വലിയ ഒരു നല്ല സമീപനമാണ് അള്ളാഹു നമ്മോട് ചെയ്യുന്നതെന്ന് അറിയുമോ? ഇത് എന്തിനാ പറഞ്ഞെന്നറിയുമോ? റമളാനാണ് വരുന്നത്. നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപാട് നന്മയെ കുറിച്ച് മനസ്സിൽ കരുതുക, ഇൻഷാ അല്ലാഹ് അതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യണം. എത്രയോ നന്മകളുണ്ട്. ഈ നന്മകളൊക്കെ നമ്മൾ സത്യസന്ധവും ആത്മാർത്ഥവുമായി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ഒരു പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, മറന്നുപോയി, എന്നാൽ പോലും നമ്മുടെ അക്കൗണ്ടിൽ ആ നന്മയായിട്ട് അല്ലാഹു രേഖപ്പെടുത്തുന്നർത്ഥം. അതല്ല ഇത് കേട്ടിട്ട് ഇന്ന് ചെയ്യണ്ട, തീരുമാനിച്ചാൽ തന്നെ മതിയിലോ എന്ന് വിചാരിക്കാനല്ല പറഞ്ഞത്. റമദാനിൽ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ അത്തരം നന്മകളൊക്കെ ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യുമെന്ന് സത്യസന്ധമായി ആത്മാർത്ഥമായി തീരുമാനം എടുത്തു. നമ്മൾ മറന്നു പോവുകയോ ചെയ്യാൻ പറ്റാതിരിക്കുകയോ രോഗിയാകുകയോ ചെയ്തു കഴിഞ്ഞാലും പോലും നമ്മുടെ തീരുമാനത്തിനും നിയ്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഖ്ലാസ് നോക്കിയിട്ട് ഇരട്ടി രേഖപ്പെടുത്തു എന്നർത്ഥം. അപ്പൊ ഇത് മുൻകൂട്ടി തീരുമാനമെടുത്ത് വിചാരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതോ അത് നമുക്ക് കിട്ടൂല എന്നർത്ഥം. അതുകൊണ്ട് തീരുമാനത്തിനും നിയ്യത്തിനും ഒക്കെയും കൂലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ നന്മകളെ കുറിച്ച് മാത്രം ചിന്തിക്കുക, നന്മകളെ കുറിച്ച് മാത്രം ചിന്തിക്കുക, വിചാരിക്കുക, ആ വിചാരത്തിനും കൂലിയാണ് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.